ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ബ്ലോക്ക് ഇല്ലാത്തത്, വലിയ ബ്ലോക്ക്. നാളെ തിങ്കളാഴ്ച സ്കൂളൊക്കെ തുറക്കൽ തുടങ്ങി കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കാവും. ഒരിക്കലും ഒരു ഗതാഗത കുരുക്ക് മാറില്ല. നമസ്കാരം. അങ്ങാടിപ്പുറത്തെ അതിരൂക്ഷമായ ഗതാഗത കുരുക്കിന് താൽക്കാലിക പരിഹാരം എന്ന രീതിയിൽ അപ്രോച്ച് റോഡിൽ കട്ടപതിക്കൽ പൂർത്തിയായി ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് ഇതിലൂടെ ഗതാഗതം പുനഃസ്ഥാപിച്ചിട്ടുള്ളത്. ചെറിയ വാഹനങ്ങൾക്ക് മാത്രമാണ് അനുമതിയുള്ളത്. 11-ാം തീയതിക്ക് ശേഷം മാത്രമാണ് ബസ്സുകൾ ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾക്ക് ഇതിലൂടെ ഗതാഗതം അനുവദിച്ചിട്ടുള്ളത്. ഗതാഗത പരിഷ്കരണം കൂടി നടപ്പിലാക്കിയാൽ അങ്ങാടിപ്പുറത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാനാകുമെന്ന പ്രതീക്ഷയിലാണ് ജനപ്രതിനിധികളും നാട്ടുകാരും. കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അങ്ങാടിപ്പുറം മേൽപ്പാലം ചെറിയ വാഹനങ്ങൾക്കായി തുറന്നുകൊടുത്തു. വലിയ ഭാരവാഹനങ്ങളെയും ബസ്സുകളെയും ഇപ്പോൾ പ്രവേശിപ്പിക്കില്ല. ഇന്റർലോക്ക് കട്ട ബലപ്പെടുന്നതിന് വേണ്ടിയാണിത്. ഇതോടൊപ്പം അങ്ങാടിപ്പുറത്ത് ഗതാഗത പരിഷ്കരണം ഇന്നു മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നിലവിൽ വരും. മേൽപ്പാലം പരിസരത്തെ തകർന്ന റോഡിന്റെ നവീകരണവും ഇന്റർലോക്ക് കട്ട പതിക്കലും കഴിഞ്ഞ ദിവസമാണ് പൂർത്തിയായത്. പണിക്കിടെ പൊട്ടിയ ജലവിതരണ പൈപ്പുകളും നവീകരിച്ചു. റോഡ് തകരാൻ കാരണമാകുന്ന വെള്ളക്കെട്ട് പരിഹരിക്കാൻ ഓവുചാലുകളും നവീകരിച്ചിട്ടുണ്ട്. റോഡിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞു പോകുന്നതിനും വഴിയൊരുക്കിയിട്ടുണ്ട്. ബസ്സുകൾക്കും വലിയ വാഹനങ്ങൾക്കും ഗതാഗത കുരുക്ക് കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണ് അങ്ങാടിപ്പുറത്ത് ഗതാഗത പരിഷ്കരണം ഇന്നു മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. കട്ട പതിച്ചതിലൂടെയോ ഗതാഗത പരിഷ്കരണങ്ങൾ നടപ്പിലാക്കിയതിലൂടെയോ അങ്ങാടിപ്പുറത്തെ ഗതാഗത കുരുക്കിന് പരിഹാരമാകില്ലെന്നാണ് പൊതുജനാഭിപ്രായം. ഗതാഗത പരിഷ്കരണം ജനങ്ങളെ ഏറെ ബുദ്ധിമുട്ടിലാക്കുകയാണെന്നും ജനങ്ങൾ പറയുന്നു. ഇന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ടാണ് ബ്ലോക്ക് ഇല്ലാത്തത്, വലിയ ബ്ലോക്ക്. നാളെ തിങ്കളാഴ്ച സ്കൂളൊക്കെ തുറക്കൽ തുടങ്ങി കഴിഞ്ഞാൽ ഫുള്ള് ബ്ലോക്കാവും. പിന്നെ അവിടെ വൃത്തിയായിട്ടില്ല. കാരണം വെറുതെ കുറച്ച് മണ്ണ് വാരിയിട്ട് ലെവലാക്കി 2 മഴ ചെയ്താൽ കംപ്ലീറ്റ് അപ്പുറത്തുള്ള ആ ഭാഗത്തുള്ളൂ. പിന്നെ ഒരു വൺ സൈഡ് ഞങ്ങൾക്ക് ഇവിടുന്ന് ഓട്ടോറിക്ഷക്കാർക്ക് അങ്ങോട്ട് കടക്കാനുള്ള ഒരു വഴിയില്ല. ഞങ്ങൾ പട്ടിണിയായി. 150 ഓട്ടോറിക്ഷ ഉണ്ട്. ഈ ഓട്ടോറിക്ഷക്കാർ ആർക്കും ഒരു വഴി ഉണ്ടായി തന്നില്ല. MLA ആരെയും ഞങ്ങൾ കുറ്റം പറയില്ല. അതിനുള്ളൊരു പരിഹാരം കാണണം. ഇവിടെ അങ്ങോട്ട് കടക്കാൻ ഇപ്പോൾ അത് ആൾ വിളിക്കുന്നുണ്ട്. ആ ആൾ വിളിച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യേണ്ടതോ അങ്ങനെ കറങ്ങി മുകളിൽ പോയിട്ട് കറങ്ങി 1 കിലോമീറ്റർ കറങ്ങി വരണം. അപ്പോഴേക്ക് അടുത്ത ഓട്ടോറിക്ഷക്കാരെങ്കിലും പോണ ആൾക്കാർ കയറ്റിക്കൊണ്ട് ഞങ്ങൾ ഈ ഇപ്പോൾ ഇവിടെ നിൽക്കുക. ഇപ്പം ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ആകെ 2 ട്രിപ്പാണ് കിട്ടി. ഒരിക്കലും ഒരു ഗതാഗത കുരുക്ക് മാറില്ല. കാരണം ഇവിടെ പെരിന്തൽമണ്ണ ശശികുമാർ MLA ആയിരുന്ന സമയത്ത് 10 കോടി രൂപ പലമ്പൂർ ബൈപ്പാസ്, നമ്മളെ ഏറാന്തോട് പലമ്പൂർ ബൈപ്പാസിന് വേണ്ടി പാസ്സാക്കി വെച്ചതാണ്, ഫണ്ട് അനുവദിച്ചാണ്. ആ ഫണ്ട് അവഗണിച്ചുകൊണ്ട് ഈ മഞ്ഞളാംകുഴി അലി എന്ന് പറഞ്ഞ വ്യക്തി ഇവിടെ MLA വന്നതിന് ശേഷം ആ ഫണ്ട് അവഗണിച്ച് ഇത് അങ്ങാടിപ്പുറം ടൗണ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നിട്ട് ഈ ടൗണിൽ ഒരൊറ്റ വണ്ടി നിർത്തും ഇല്ല. ഇത് ഈ ഇവിടെയുള്ള എല്ലാ കടകളിലും ആളുകൾ എങ്ങനെ അറിയോ, ഈ നാട്ടിലുള്ള ആളുകളുടെ കച്ചവടം മാത്രമേ ഉള്ളൂ. ഇവിടെ പുറത്തുള്ള ഒരാൾ വണ്ടിക്കാരെ കച്ചവടം ഇവിടെ ഇല്ല, ഒരു ആൾക്കാരെ കച്ചവടം ഇല്ല. ഈ ഇവിടെയുള്ള എല്ലാ വ്യക്തികളും ഈ നാട്ടിലുള്ള ആൾക്കാരെ കച്ചവടമാണ്. ഇവരെ ഒരു സാങ്കേതിക തയ്യാറെടുപ്പില്ലാതെ ഇവിടുത്തെ യൂണിയൻകാരെ അല്ലെങ്കിൽ ഇവിടെ ആകെ MLA ഇവിടെ ഒരു INTUCൻ്റെ യൂണിയന്മാരും ഉണ്ട്. അവർ മാത്രം തീരുമാനിച്ച് നടപ്പാക്കിയ ഒരു പരിപാടിയാണിത്. വേറെയുള്ള ഇവിടെ ഒരുപാട് യൂണിയനുകൾ, BMSൻ്റെ യൂണിയൻ ഉണ്ട്, INTUCൻ്റെ യൂണിയൻ ഉണ്ട്, വേറെ മറ്റേ STUൻ്റെ യൂണിയൻ ഉണ്ട്. ഇവരെ ആരെയും വിളിക്കാതെ അവർ ഒറ്റയ്ക്ക് തീരുമാനം എടുത്ത് നടപ്പാക്കിയൊരു സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ജനങ്ങളാകെ ബുദ്ധിമുട്ടാണ്. കാരണം എന്താ വെച്ചാൽ ഇതിൽ ഇപ്പോൾ ഞങ്ങളെ ഓട്ടോറിക്ഷക്കാരെ കാര്യം പറയുകയാണെന്ന് വളരെ കഷ്ടത്തിലായിരുന്നു. ഇവിടുന്ന് ഇപ്പോൾ അമ്പലത്തിന് ആകെ ഞങ്ങൾക്ക് അമ്പലം പ്രതീക്ഷിച്ചിട്ടാണ് ഓട്ടം ഉള്ളത്. ഈ ഓട്ടം പ്രതീക്ഷിച്ചിട്ട് ഞങ്ങൾ ഇവിടെ നിൽക്കുമ്പോൾ അവിടുന്ന് ഒരാൾ വിളിച്ച് കഴിഞ്ഞാൽ 1 കിലോമീറ്റർ ചുറ്റി വളർന്നിട്ട് വേണം ഞങ്ങൾക്ക് ഇവിടെ വരണമെങ്കിൽ. ഈ വന്നു കഴിഞ്ഞാൽ അപ്പോഴേക്കും അവിടെ ആൾ വേറെ വണ്ടിക്ക്. പിന്നെ അത് മാത്രമല്ല, ഈ അമ്പലത്തിലേക്ക് വരുന്ന ബസ്സുകൾ, ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകൾ ഇവിടെ വരാണ്ട് ഈ അമ്പലത്തിലേക്ക്. കാരണം ഇനിയിപ്പോൾ അടുത്ത മാസം രാമായണ മാസം വരാൻ കർക്കിടക മാസമാണ്. അപ്പോൾ ഇവിടേക്ക് ഇഷ്ടംപോലെ ട്രിപ്പുകൾ വലിയ വണ്ടികൾ കയറണം. ഇവിടെ ഒടിഞ്ഞ് കയറാൻ യാതൊരു നിവൃത്തിയില്ല വണ്ടിക്ക്. ഇവിടെ ആകെ ബ്ലോക്ക് ആവാനാണ് പോണത്. ഈ കട്ട വിരിച്ചുകൊണ്ടോ ഈ പരിഷ്കാരം നടത്തിയോണ്ടോ ബ്ലോക്ക് തീരുന്ന ഒരു പ്രതീക്ഷയില്ല. പുതിയൊരു വകുപ്പിടി കൊണ്ടുവന്നേക്കാണ്. ഇപ്പോൾ മുകളിൽ പോയി ഈ വണ്ടി അങ്ങോട്ട് ഇറങ്ങുന്ന വണ്ടികളൊക്കെ മുകളിൽ പോയി യൂട്ടടിച്ച് വരണമെന്ന് പറയണത്. അതുകൂടി വന്നു കഴിഞ്ഞാൽ കൂടുതൽ ബ്ലോക്ക് ആവുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് അണ്ടർപാസോ ബൈപ്പാസോ എന്തെങ്കിലും വന്നാൽ ഇതിന് ശാശ്വത പരിഹാരം ഉണ്ടാവുള്ളൂ. ജനപ്രതിനിധികൾ സമൂഹത്തിൽ നടപ്പിലാക്കുന്ന വികസന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങളുടെ സൗകര്യങ്ങൾ പരിഗണനയിലെടുത്തുകൊണ്ടാകണം. ഗതാഗത കുരുക്കിന് തടയിടാൻ തക്കവണ്ണമുള്ള പദ്ധതികൾ തന്നെ അധികൃതർ അണിയറയിൽ ഒരുക്കുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കാം. ചാനൽ 10 പെരിന്തൽമണ്ണ.